മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ടതിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ വിധി ഇന്ന്. കൽപ്പറ്റ പ്രിൻസിപ്പൽ ആൻഡ് സ്പെഷ്യൽ കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. ആദിവാസി സംഘടനാ നേതാക്കളായ M. ഗീതാനന്ദൻ ഉൾപ്പെടെ 42 ആദിവാസി പ്രവർത്തകരാണ് കേസിൽ വിചാരണ നേരിട്ടത്. ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി നൽകാമെന്ന വാഗ്ദാനം പാലിക്കാത്ത സാഹചര്യത്തിലാണ് 2003 ജനുവരിയിൽ മുത്തങ്ങയിൽ ആദിവാസി സമരം ആരംഭിച്ചത്. സിനോ തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ, 23 വർഷം നീണ്ട ഒരു കേസാണ്, അതിലാണ് ഇപ്പോൾ വിധി പറയുന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലത്തൊരു സംഭവമാണ്, നിർണായകമായ വിധിയാണ്. എപ്പോഴാണ് വിധി പ്രസ്താവം? റോഷ്നി, കീർത്തന, കേരള ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ഭൂസമരം, ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസ് 23 വർഷത്തിനിപ്പുറം കോടതി വിചാരണക്കൊടുവിൽ അത് വിധി പറയാൻ വേണ്ടി പോവുകയാണ്. കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ 11 മണിയോടുകൂടി ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2003 ഫെബ്രുവരി 19-നാണ് മുത്തങ്ങയിൽ വെടിവെപ്പ് നടക്കുന്നത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിലാണ് കിടന്നുറങ്ങാൻ വേണ്ടി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ സമരം നടത്തുന്നത്. CK ജാനു, M. ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കീഴിലാണ് സമരം നടന്നത്. 47ാമത്തെ ദിവസമാണ് പോലീസ് ആക്ഷൻ മുത്തങ്ങയിൽ നടക്കുന്നത്. പോലീസിൽ വെടിവെപ്പിൽ വലിയ സംഘർഷം, കലാപം അവിടെ മുത്തങ്ങയിലെ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉണ്ടാകുന്നു. ആ സമയത്താണ് ഈ വയനാട് വന്യജീവി സങ്കേതത്തിൽ കുടിൽ കെട്ടി സമരം ചെയ്ത ഈ ആദിവാസികൾ കെട്ടി കുടിലിനകത്ത് വെച്ചാണ് അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ വിനോദൻ കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസിലെ വിധിയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് അത് CBIക്ക് ആ കേസ് കൈമാറി. സ്വാഭാവികമായിട്ടും CBI കോടതി കൊച്ചിയിലാണ് കോടതി നടപടികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് 57 പേരാണ് പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതിൽ 15 പേർ മരിക്കുകയും ചെയ്തു. ഈ ഭൂരിഭാഗം ആളുകളും ഈ പ്രതികളായി ചേർക്കപ്പെട്ട ആദിവാസികൾ എന്ന് പറയുന്ന പ്രായമായവരാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഈ ആദിവാസി ഗോത്ര മഹാസഭ അപേക്ഷ നൽകുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് CBI കോടതിയിൽ ഉണ്ടായിരുന്ന വിചാരണ നടപടികൾ കൽപ്പറ്റ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത്. അത് 2016-ലാണ് മാറ്റിയത്. അങ്ങനെ കൽപ്പറ്റ കോടതിയിലാണ് വിചാരണ നടപടികൾ നടന്നു വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട 100-ലധികം രേഖകൾ കോടതി പരിശോധിച്ചിരുന്നു. 47 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. അതിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപൂർവമായിട്ടാണ് ജില്ലാ ജഡ്ജിനെ, മജിസ്ട്രേറ്റിനെ ഉൾപ്പെടെ കേസിൽ വിചാരണയിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത്രയും വിശദമായി തന്നെ വിചാരണ നടത്തിയ ഒരു കേസാണ്. 23 വർഷം നീണ്ടുനിന്ന ഒരു കേസാണ്. 2006-ലാണ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത് ഇതിൽ വ്യക്തമായ തെളിവുകളില്ല എന്ന് പറയുന്നു. കാരണം ഈ സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരുന്നു, വലിയ രീതിയിൽ കുടിലുകൾക്ക് തീയിട്ടിരുന്നു, വലിയ രീതിയിലുള്ള പുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നേരിട്ട് കണ്ട ആരും അവിടെ ഉണ്ടായിരുന്നില്ല, നേരിട്ടുള്ള ദൃക്സാക്ഷികളില്ല എന്നാണ് പ്രതിഭാഗത്തിൻ്റെ പ്രധാന വാദം എന്ന് പറയുന്നത്. ഏതായാലും കോടതി ഈ വാദങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് എന്ത് വിധി പറയുമെന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഈ 57 പ്രതികളിൽ 15 പേർ ഇപ്പോഴും ജീവനോടില്ല. ബാക്കിയുള്ള പ്രതികൾ എല്ലാവരും തന്നെ പ്രായമായവരാണ്. ഏതായാലും കേരളം കണ്ട ആ സമരമാണ്. ആ സമരത്തിനൊടുവിലും ആദിവാസികൾക്ക് ഇതുവരെ പൂർണ്ണമായും ഭൂമി കിട്ടിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ സമരത്തിൽ പങ്കെടുത്തവർക്ക് പോലും കിട്ടിയ ഭൂമി വാസയോഗ്യമല്ലെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി, കീർത്തന.